ഇപ്പോൾ ഈ കാണുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ഈ യാത്ര തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദർബാൽസായ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അവിടെയാണ് ഒരു ചെറിയൊരു പ്രോഗ്രാം നാഷണൽ ഡേ സംബന്ധിച്ച് നടന്നത്. അപ്പോൾ അതൊന്ന് കാണാനായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്ക് പോകുന്ന വഴിയിലെ ഈ റോഡെല്ലാം നല്ല ഭംഗിയുള്ള, അതായത് രണ്ട് വശത്തും അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലവും കാര്യങ്ങളൊക്കെയുള്ള വലിയ റോഡാണ്. അതുപോലെ തന്നെയാണ് ഈ പോകുന്ന വഴിയിലൊക്കെ ഈ ബ്രിഡ്ജും ആ സൈഡിലുള്ള ബിൽഡിങ്ങുകളും. അത് കൂടാതെ തന്നെ ഈ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമ്മൾ പോകില്ലേ, അങ്ങനെയുള്ള ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഈ പോകുന്ന വഴിയിൽ ഈ റോഡുകളൊക്കെ കണ്ടില്ലേ, ആ ഒരു മരുഭൂമിയായിട്ട് കിടന്ന സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളാണ് ഇത്ര നല്ല ഭംഗിയുള്ള റോഡും, അതായത് ഇത്ര വിശാലമായിട്ടുള്ള റോഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് മാറ്റിയേക്കുന്നത് ഇവർ. പിന്നീട് ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ഭാഗത്തു നിന്ന് വരുന്നു കഴിയുമ്പോൾ ഈ രണ്ട് ഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു മരുഭൂമി പോലെ കിടക്കുക. അവിടെ ഒന്നുമില്ല. പിന്നെ ഒരുപാട് ഭാഗത്തെല്ലാം കുറേ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അവിടെ. ഞങ്ങളങ്ങനെ ആ ഒരു സ്പോട്ടിലേക്ക് എത്താറായപ്പോൾ തന്നെ അത്യാവശ്യം ഇരുട്ടായി. റോഡിൻ്റെ രണ്ട് വശത്തും കണ്ടില്ലേ, ഈ ഭാഗത്തൊന്നും ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ആ ഒരു സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് കണ്ട പ്രോഗ്രാം ഈ കാണുന്നതാണ്. ഇത് ഇവരുടെ അറബിക് ആ ഒരു രീതിയിലുള്ള എന്തോ ഒരു പ്രോഗ്രാമൊക്കെയാണത്. ഇവിടെ ഈ ഒരു സ്ഥലത്ത് പല പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം നടക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഈ ഭാഗത്തായിട്ട് നല്ല ഭംഗിയുള്ള ചെറിയ പോണ്ടെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ തടാകം. അതിലിങ്ങനെ ആ ഒരു ഗോൾഡൻ കളറ്, അതുപോലെ തന്നെ സിൽവർ, പിന്നെ റെഡ് കളറ്, അങ്ങനെ ഒരുപാട് ബോള് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നല്ല ഭംഗിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു നാഷണൽ ഡേ സംബന്ധിച്ച ആ ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമാണ് എല്ലായിടത്തും. ഇവിടെ നടക്കുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ള പില്ലറുകളെ പോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. എന്നാലും വലിയ ആ ഒരു ഏരിയയും കാര്യങ്ങളൊന്നുമല്ല, ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഈ ഭാഗത്തായിട്ട് ഖത്തറിൻ്റെ ഒരു വലിയൊരു ഫ്ലാഗും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഒരുപാട് പേര് ചുറ്റിനും കൂടി നിൽക്കുന്നുണ്ട്. അത് ഇതിൻ്റെ അകത്ത് ചെറിയൊരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഇവർ നടത്തുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയാണ് എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ഇവിടെ ഒരു പരേഡ് പോലെ നടത്തുന്നുണ്ട് ഇവർ. അപ്പോൾ അതും കാണാൻ പറ്റും നമുക്ക്. ഇവിടെ ഖത്തറിലെ ഓരോ ഭാഗങ്ങളിലെയും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഫോട്ടോസ് എല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെ നിന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോ, അവരുടേതായിട്ടുള്ള സെൽഫി കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. ഇവിടെ ഈ കാണുന്നത് ഒരു ഗാലറിയാണ്. ഖത്തറിലെ ആ ഒരു ട്രഡീഷണൽ ഇമേജസ് കാര്യങ്ങൾ അതെല്ലാമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ കയറുമ്പോൾ തന്നെ കാണുന്ന ആ ഒരു കാഴ്ച ഈ ഒരു മാർക്കറ്റിൻ്റെ ആ ഒരു പിക്ചറാണ്. നമ്മളെ സൂക്കെല്ലാം കണ്ടില്ലേ, അതുപോലെയുള്ള ആ ഒരു പഴയ കാലത്തുള്ള ആ ഒരു മാർക്കറ്റിൻ്റെയാണ് രൂപമാണ് ആ കാണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഒരു റൂമിനകത്ത് അതുപോലെയുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ, പഴയ കാലത്തുള്ള ആ ഒരു ബിൽഡിങ് കാര്യങ്ങളെല്ലാമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ആയിരുന്നു പണ്ട് കാലത്ത് ഇവിടെ. ഇപ്പോൾ ഒരുപാട് മാറി. ഇപ്പോൾ ഇങ്ങനെയുള്ള ചില എന്താ പറയുക, കുറച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ മാത്രമാണ് ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളെല്ലാം ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അവിടെ നിന്ന് അടുത്ത റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴുള്ള കാഴ്ച ഇതാണ്. ഈ ഒരു ഭാഗത്തുള്ള കാഴ്ചയ്ക്ക് ആ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അത്യാവശ്യം കലാപരമായിട്ട് നല്ല അറിവുള്ള ഒരാളായിരിക്കണം. എങ്കിൽ ഇതെല്ലാം വായിച്ച് ഇതെല്ലാം എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ട്രഡീഷണൽ വില്ലേജിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് എന്നാണ് തോന്നുന്നത്. ഇവിടെ ഈ ചുവരിലെല്ലാം അത് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെയുള്ള ആ ഒരു പിക്ചേഴ്സും കാര്യങ്ങളൊക്കെയാണത്. ഇതിൽ എന്താ ശരിക്കും പറയാം. അടുത്ത ഭാഗത്തേക്ക് വന്നപ്പോഴേ
ട്രഡീഷണൽ ഖത്തറി ഡോർസും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് പ്ലാൻ ലൈഫ് ഇൻ ഖത്തർ എക്സിബിഷൻ അങ്ങനൊരു സംഭവം കണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഡോറുകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ ഈ ഭാഗത്തെ ഖത്തറിൽ പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു ഡോറിൻ്റെ മാതൃകയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഈ ചുവരിൽ മുഴുവനും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന അത്യാവശ്യം എല്ലാ തരത്തിലുള്ള ഡോറുകളുടെയും ആ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരുപാട് വുഡൻ ഡോറുകൾ, അതുപോലെ തന്നെ നല്ല പല നിറത്തിലൊക്കെ പെയിൻ്റൊക്കെ ചെയ്തിട്ടുള്ള ഡോറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. അങ്ങനെ ഡോറിൻ്റെ കളക്ഷൻ എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ ഭാഗത്ത് പ്ലാൻ ലൈഫ് ഇൻ ഖത്തർ എക്സിബിഷൻ അങ്ങനെയുണ്ട്. ഖത്തറിലെ ആ ഒരു പഴയ ചെടികളും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് എല്ലാം ഇല്ലേ, പൂക്കളെല്ലാം, അതിനെക്കുറിച്ചെല്ലാമുള്ള ഒരു പടം കാര്യങ്ങൾ പിക്ചറൊക്കെ ഇവിടെയുണ്ട്. നമ്മളിവിടെ വന്നിട്ട് ജോലിക്ക് പോകാനൊക്കെ അല്ലേ സമയമുള്ളൂ. ഇങ്ങനെയുള്ള പൂക്കളും കാര്യങ്ങളൊന്നും ഇവിടെ കണ്ടിട്ടില്ല അധികം. ശരിക്കും ഇത്രയും ഭംഗിയുള്ള ഫ്ലവേഴ്സ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാവും അല്ലേ. അങ്ങനെ ഇത്രയും നേരം ഇവിടെ നടന്നിട്ടേ അറിയാവുന്നൊരു സാധനം കണ്ടുപിടിച്ചു. ഇതാ നമ്മുടെ തണ്ണിമത്തൻ. അങ്ങനെ ഗാലറിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ ഇതാ ഇവിടെ ഒരു കഫറ്റീരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്ന സംഭവമേ ഒരു സൂക്കാണത്. ഇതിൻ്റെ അകത്ത് നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. ആ ഒരു പഴയ രീതിയിൽ തന്നെയാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന വഴിയിലെല്ലാം ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് രണ്ട് ഭാഗത്തായിട്ട്. ചെറിയൊരു പരേഡ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫ്ലാഗിൻ്റെ അടുത്തേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. അത് കാണാനായിട്ടാണ് കേട്ടോ ഈ ഒരു ഇത്രയും ജനങ്ങൾ ഇതിന് ചുറ്റും നിൽക്കുന്നത്. അങ്ങനെ വളരെ വലിയൊരു പരേഡായിരുന്നില്ല അത്. എന്നാലും ഖത്തറിൽ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പല ഭാഗങ്ങളിലായിട്ടാണ് ഇത്തവണ ആ ഒരു ആഘോഷമൊക്കെ നടന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ രീതിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നു. ഇതിലും വലിയ രീതിയിലുള്ള പരിപാടിയും കാര്യങ്ങളെല്ലാം നടന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട്. ആ ഒരു പോണ്ടിനോട് ചേർന്നായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുള്ള കുറച്ച് ഫ്ലവേഴ്സ് കാര്യങ്ങളെല്ലാം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒരുപാട് കുട്ടികൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്തെ കൊച്ചു കലാകാരന്മാരും അതുപോലെ തന്നെ വലിയ കലാകാരന്മാരും അവരുടെ ആ ഒരു കഴിവൊക്കെ തെളിയിച്ച് എന്താ പറയുക ആ വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പിക്ചർ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്.
ഇവിടെ വരച്ച് വെച്ചിരിക്കുന്ന എല്ലാ പിക്ചേഴ്സും നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. വരച്ച് വെച്ചിരിക്കുന്ന മാത്രമല്ല, ഇവിടെ ഇരുന്നിട്ട് ലൈവായിട്ട് തന്നെ ചെയ്യുന്നവരുണ്ട് ഇവിടെ. അങ്ങനെ ആ ഒരു ദിവസത്തെ വൈകുന്നേരത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടേ ഞങ്ങൾ നേരെ തിരിച്ചു പോവുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വന്നേക്കാം.